ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിൻ്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് പ്രഭാഷകൻ 49 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും പങ്കെടുക്കാൻ അവസരമുണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതേ ഫോർമാറ്റിൽ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്, ഒരു പഠന സഹായി. പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ അധ്യായം 49 ആകെ എത്ര വാക്യങ്ങൾ? 16. ചോദ്യം 2, പ്രഭാഷകൻ 49 അധ്യായത്തിലെ ഏക തലക്കെട്ട് ഇസ്രായേലിലെ മറ്റ് മഹാന്മാർ. 3, വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമളപൂരിതമായത് ആരുടെ സ്മരണയാണ്? ജോസിയായുടെ. 4, ജോസിയായുടെ സ്മരണ എന്തുപോലെയാണ്? വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമളപൂരിതം. 5, ജോസിയായുടെ സ്മരണയെപ്പറ്റി പറയുമ്പോൾ അത് ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാം? നാവിന് തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയും. 6, നാവിന് എന്തെന്ന പോലെയാണ് ജോസിയായുടെ സ്മരണ എന്നാണ് പ്രഭാഷകൻ 49:1 പറയുന്നത്? തേൻ. 7, എന്തിന് തേൻ എന്ന പോലെയാണ് ജോസിയായുടെ സ്മരണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നാവിന്. 8, എവിടുത്തെ സംഗീതം പോലെയാണ് ജോസിയായുടെ സ്മരണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വീഞ്ഞു സൽക്കാരത്തിൽ. 9, വീഞ്ഞു സൽക്കാരത്തിലെ എന്ത് എന്ന പോലെയാണ് ജോസിയായുടെ സ്മരണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സംഗീതം പോലെ. 10, ജോസിയ ചരിച്ചത് എങ്ങനെ? ഉത്തമ മാർഗത്തിൽ. 11, ഉത്തമ മാർഗത്തിൽ ചരിച്ചു എന്ന് പ്രഭാഷകൻ 49:2 പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ജോസിയായെക്കുറിച്ച്. 12, ജോസിയ മനസാന്തരപ്പെടുത്തിയത് ആരെ? ജനത്തെ. 13, ജനത്തെ മനസാന്തരപ്പെടുത്തിയത് ആര്? ജോസിയ. 14, ജോസിയ ജനത്തെ മനസാന്തരപ്പെടുത്തി എന്തിൻ്റെ മ്ലേച്ഛതയാണ് നീക്കിക്കളഞ്ഞത്? പാപത്തിൻ്റെ. 15, ജോസിയ ജനത്തെ മനസാന്തരപ്പെടുത്തി പാപത്തിൻ്റെ എന്താണ് നീക്കിക്കളഞ്ഞത്? മ്ലേച്ഛത. 16, ജോസിയ കർത്താവിൽ ഉറപ്പിച്ചത് എന്ത്? ഹൃദയം. 17, ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചത് ആര്? ജോസിയ. 18, ജോസിയ ആരുടെ നാവുകളിലാണ് ദൈവഭക്തി ബലപ്പെടുത്തിയത്? ദുഷ്ടരുടെ. 19, ദുഷ്ടരുടെ നാവുകളിൽ ജോസിയ ചെയ്തതെന്ത്? ദൈവഭക്തി ബലപ്പെടുത്തി. 20, യൂദാ വംശം അസ്തമിച്ചതെങ്ങനെ? ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി. അത്യുന്നതന്റെ നിയമം അവർ നിരസിച്ചു. 21, ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി. അത്യുന്നതന്റെ നിയമം അവർ നിരസിച്ചു. അങ്ങനെ സംഭവിച്ചതെന്ത്? യൂദാ വംശം അസ്തമിച്ചു. 22, ആരെല്ലാം ഒഴികെ എല്ലാവരുമാണ് പാപത്തിൽ മുഴുകിയത്? ദാവീദ്, ഹെസക്കിയ, ജോസിയ. 23, ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി. അവർ നിരസിച്ചത് എന്ത്? അത്യുന്നതന്റെ നിയമം. 24, ഏതു വംശം അസ്തമിച്ച കാര്യമാണ് പ്രഭാഷകൻ 49:4 പറഞ്ഞിരിക്കുന്നത്? യൂദാ വംശം. 25, ആരാണ് അവരുടെ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വച്ചത്? യൂദാ വംശം. 26, യൂദാ വംശം മറ്റുള്ളവർക്ക് അടിയറ വച്ചത് എന്ത്? അധികാരം. 27, യൂദാ വംശം തങ്ങളുടെ മഹത്വം ആർക്കാണ് അടിയറ വച്ചത്? അന്യജനതയ്ക്ക്. 28, യൂദാ വംശം അന്യജനതയ്ക്ക് അടിയറ വച്ചതെന്ത്? തങ്ങളുടെ മഹത്വം. 29, അന്യജനത ചെയ്തതെന്ത്? വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചു.
അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി. 30 വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവയ്ക്കുകയും അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കുകയും ചെയ്തതാര്? അന്യജനത. 31 അന്യജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിനു തീവച്ചു, അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി. ഇത് ആര് പ്രവചിച്ചതുപോലെയാണ് സംഭവിച്ചത്? ജെറമിയ. 32 വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന എന്തിനാണ് അന്യജനത തീവച്ചത്? നഗരത്തിന്. 33 അന്യജനത ശൂന്യമാക്കിയത് എന്ത്? നഗരത്തിൻ്റെ തെരുവുകൾ. 34 ജെറമിയ പ്രവാചകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തിനെല്ലാം? പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി. 35 പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാര്? ജെറമിയ. 36 ജെറമിയായെ അവർ അന്യജനത എന്തു ചെയ്തു? പീഡിപ്പിച്ചു. 37 പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ജെറമിയ പ്രവാചകൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ വച്ച്? അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ. 38 കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചതാര്? എസക്കിയേൽ. 39 കെരൂബുകളുടെ രഥത്തിനു മുകളിൽ എസക്കിയേൽ ദർശിച്ചത് എന്ത്? ദൈവം വെളിപ്പെടുത്തിയ മഹത്വം. 40 കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ എന്താണ് എസക്കിയേൽ ദർശിച്ചത്? മഹത്വം. 41 ആരുടെ മേലാണ് ദൈവം കൊടുങ്കാറ്റയച്ചത്? ശത്രുക്കളുടെ. 42 ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചതെന്ത്? കൊടുങ്കാറ്റ്. 43 ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചതാര്? ദൈവം. 44 ആർക്കാണ് ദൈവം നന്മ ചെയ്തത്? നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക്. 45 നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് ദൈവം ചെയ്തതെന്ത്? നന്മ. 46 എത്ര പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 12 പ്രവാചകന്മാരുടെ. 47 ആരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 12 പ്രവാചകന്മാരുടെ. 48 യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തത് ആര്? 12 പ്രവാചകന്മാർ. 49 ആരുടെ മഹത്വം എങ്ങനെ വർണ്ണിക്കും എന്നാണ് പ്രഭാഷകൻ 49:11 പറഞ്ഞിരിക്കുന്നത്? സെറുബാബേലിന്റെ. 50 സെറുബാബേലിന്റെ എന്ത് എങ്ങനെ വർണ്ണിക്കും എന്നാണ് ചോദിക്കുന്നത്? മഹത്വം. 51 വലത്തുകൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. ആര്? സെറുബാബേൽ. 52 സെറുബാബേൽ വലത്തുകൈയിലെ എന്തുപോലെയായിരുന്നു? മുദ്രമോതിരം. 53 യഹോസാദാക്കിന്റെ പുത്രനാര്? യശുവ. 54 യശുവയുടെ പിതാവ് യഹോസാദക്. 55 അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു. ആര്? സെറുബാബേലും യശുവയും. 56 അവർ സെറുബാബേലും യശുവയും തങ്ങളുടെ നാളുകളിൽ പണിതത് എന്ത്? ആലയം. 57 എന്തിനു വേണ്ടിയാണ് അവർ വിശുദ്ധ മന്ദിരം പണിതുയർത്തിയത്? കർത്താവിൻ്റെ നിത്യമഹത്വത്തിന്. 58 കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി അവർ ചെയ്തതെന്ത്? വിശുദ്ധ മന്ദിരം പണിതുയർത്തി. 59 ആരുടെ സ്മരണ ശാശ്വതമാണ് എന്നാണ് പ്രഭാഷകൻ 49:13 പറഞ്ഞിരിക്കുന്നത്? നെഹമിയായുടെ. 60 നെഹമിയായുടെ എന്താണ് ശാശ്വതമായിരിക്കുന്നത്? സ്മരണ. 61 അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി. ആര്? നെഹമിയ. 62 നെഹമിയ നമുക്ക് വേണ്ടി പടുത്തുയർത്തിയത് എന്ത്? വീണുപോയ കോട്ടകൾ. 63 നെഹമിയ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ എന്തു ചെയ്തു? പടുത്തുയർത്തി. 64 നെഹമിയ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തിയതോടൊപ്പം ചെയ്തത് എന്തെല്ലാം? വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും
വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. 65 നെഹമിയ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തിയതോടൊപ്പം നിർമ്മിച്ചത് എന്തെല്ലാം? വാതിലുകളും ഓടാമ്പലുകളും. 66 വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തതാര്? നെഹമിയ. 67 ആർക്കു തുല്യനായി ആരും പൂമുഖത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രഭാഷകൻ 49:14 പറയുന്നത്? ഹെനോക്കിന്. 68 ഭൂമിയിൽ നിന്നും സംവഹിക്കപ്പെട്ടതാര്? ഹെനോക്ക്. 69 ഹെനോക്ക് എവിടെ നിന്നാണ് സംവഹിക്കപ്പെട്ടത്? ഭൂമിയിൽ നിന്ന്. 70 ആരെപ്പോലെ ആരും ജനിച്ചിട്ടില്ല എന്നാണ് പ്രഭാഷകൻ 49:15 പറയുന്നത്? ജോസഫിനെ പോലെ. 71 ആരുടെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെടുന്നത്? ജോസഫിന്റെ. 72 ജോസഫിന്റെ എന്താണ് സൂക്ഷിക്കപ്പെടുന്നത്? അസ്ഥികൾ. 73 ബഹുമാനിതരാണ് എന്ന് പ്രഭാഷകൻ 49:16 പറഞ്ഞിരിക്കുന്നത് ആരെയെല്ലാം? ഷേമും സേത്തും. 74 ഷേമും സേത്തും ആരെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബഹുമാനിതരാണ്. 75 സൃഷ്ടികൾക്കെല്ലാം ഉപരിയായത് ആര്? ആദം. 76 ആദം ആർക്കെല്ലാം ഉപരിയാണ്? സൃഷ്ടികൾക്കെല്ലാം. ഇങ്ങനെ 76 ചോദ്യങ്ങളാണ് പ്രഭാഷകൻ 49-ാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു വീഡിയോ കൂടിയാകുമ്പോൾ പ്രഭാഷകനും പൂർണ്ണമാവുകയാണ്. 2025 ലോഗോസിന്റെ ഒരു പഠന സഹായിയുടെ കാര്യം പറഞ്ഞിരുന്നു. കുറച്ചധികം ആളുകൾ ഈ ദിവസങ്ങളിൽ ഓർഡർ നൽകിയിട്ടുണ്ട്. ഓർഡർ നൽകിയ മുഴുവൻ ആളുകൾക്കും പുസ്തകം അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇന്ന് വന്ന പുസ്തകത്തിന്റെ ഓർഡർ മാത്രമാണ് അയക്കാനുള്ളത്. അത് നാളെ തന്നെ അയക്കുന്നതായിരിക്കും. ഇനിയും ആർക്കെങ്കിലും പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പരമാവധി ആളുകൾക്ക് ഈ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞുള്ള മെസ്സേജുകൾ നിങ്ങൾ നൽകുക. കൂടുതൽ ആളുകൾക്ക് വചനം പഠിക്കാൻ ഒരു പ്രേരണ നൽകുന്നത് തന്നെ ഒരു സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാണ്. അതിന് നമുക്കെല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.